ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്ന് കാലത്ത് തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. പരിപ്പും ചേനക്കിഴങ്ങും ഇട്ടിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു നാടൻ കറി ഉണ്ടാക്കില്ലേ, അത് വെക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷെ കൈയൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ, ആ ചേന മുറിച്ച കാരണം. അതാണ് ഞാനത് പറയുന്നത് കേട്ടോ. ഇതാ നമ്മൾ ആ കുക്കറിലോട്ട് പരിപ്പ് വെന്തയിലോട്ട് ചേനക്കിഴങ്ങൊക്കെ വാരിയിടുന്നുണ്ട്. പക്ഷെ ആ കുക്കറിൽ വെച്ച് അതിൽ ഇടം പോരാത്ത കാരണം വലിയ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വല്യുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം നമ്മളൊന്ന് കുക്കറിലേ തന്നെ ഇത് വെക്കാനായിട്ട് പോകണം. അപ്പോൾ ഒരു 2 വിസിലോ 3 വിസിലോ വിട്ടു പറഞ്ഞാൽ നമ്മുടെ ചേനക്കിഴങ്ങൊക്കെ വേവില്ല. അതെന്താ ഇങ്ങനെ ചൊറിയുന്നില്ലേ ചേനക്കിഴങ്ങ് മാത്രം. അപ്പോൾ അത് അതിനെ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് വേവിച്ച് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ചേനക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് അതിനെ ഇളക്കി വിട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് ഈ തേങ്ങ, തക്കാളി, ചെറിയ ജീരകം കേട്ടോ, അതും അരച്ചത് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി വിട്ടതിന് ശേഷം ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി. ആ കറിയിലോട്ട് ഇനി ഒരു താളിപ്പ് വേണ്ടേ. നമ്മുടെ ചേനയൊക്കെ വെന്താന്നുള്ളത് നോക്കണത് കണ്ടില്ലേ. കറി കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ നന്നായി കുറുകി വരും കേട്ടോ. അതിനാണ് ഈ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ വെക്കുന്നത്. പിന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് കടുക്, കരിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി ഇട്ട് മൂത്ത് വന്നത് ഇതാ താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദിവസവും സ്പെഷ്യലൊന്നും ഇടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതന്ന് നല്ലൊരു നാടൻ കറി. ഇതിന് കൂട്ടാനായിട്ട് മുട്ടക്കോസ് ഉപ്പേരി ഉണ്ടാക്കണം. ഇനി ചോറ് വെക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളില്ലേ. നിങ്ങളൊക്കെ മക്കളിനെയൊക്കെ പറഞ്ഞാച്ചോ, പണിയൊക്കെ കഴിഞ്ഞോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ബൈ.